എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. പാസഞ്ചർ ട്രെയിനിൽ സാധാരണക്കാരിയായി പാലക്കാട്ടേക്ക് എത്തിയ മന്ത്രി കെ.എ. തുളസിക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. റെയിൽവേ സ്റ്റേഷനിലും DCC ഓഫീസിലും നൽകിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ മന്ത്രിയെ സ്വീകരിച്ചു. 25 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് പാലക്കാടിന്റെ മണ്ണിൽ നിന്നും മന്ത്രിസഭയിലേക്ക് ഒരു കോൺഗ്രസ് പ്രതിനിധി എത്തിയതിന്റെ ആവേശം സ്വീകരണ നഗരിയിൽ ഉടനീളം പ്രകടമായിരുന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പാലക്കാട് ജില്ലയിലേക്കെത്തിയ മന്ത്രിപദവിയെ വൻ ജനപങ്കാളിത്തത്തോടെ വരവേറ്റ് കോൺഗ്രസും UDF-ഉം. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ കെ.എ. തുളസിക്ക് ആവേശോജ്വല സ്വീകരണമാണ് UDF പ്രവർത്തകർ ഒരുക്കിയത്. ആർഭാടങ്ങളില്ലാതെ സാധാരണ യാത്രക്കാർക്കൊപ്പം ഷൊർണൂർ - കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനിലാണ് മന്ത്രി കെ.എ. തുളസി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. മന്ത്രിയുടെ ഭർത്താവും പാലക്കാട് MP-യുമായ വി.കെ. ശ്രീകണ്ഠനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. മൊബൈൽ മാറ്റോ ആർക്കും കിട്ടൂല. ചേച്ചി നിങ്ങൾ മാറ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിച്ച കോങ്ങാട് നിയോജക മണ്ഡലം അവരുടെ പ്രത്യേക താല്പര്യത്തോടെ അത് കോൺഗ്രസിന് വിട്ടു നൽകുകയുണ്ടായി. അതിലുള്ള നന്ദി ഞാൻ മരക്കാരക്കയോടും നേതാക്കന്മാരോടും അറിയിക്കുകയാണ്. ആ സീറ്റ് എനിക്കായി തന്ന എന്നെ മത്സരിപ്പിച്ച എന്റെ പ്രസ്ഥാനത്തിലെ മുഴുവൻ ദേശീയ, സംസ്ഥാന, ജില്ലാ എല്ലാ നേതാക്കന്മാരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ UDF-ന്റെ നേതൃത്വം, UDF-ന്റെ ചെയർമാൻ, UDF-ന്റെ കൺവീനർ, അതുപോലെ തന്നെ അവിടുത്തെ 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, വിനയൻ മാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷൈജു, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ അവിടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, ഓരോ സ്ഥലത്ത് ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിരന്തരം ഇടപെട്ട് അതിനെയൊക്കെ ഒരു വിജയത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ പ്രിയപ്പെട്ട MP ശ്രീ വി.കെ. ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ നന്ദി അറിയിക്കുകയാണ്. പ്രസ്ഥാനം ഞാൻ ആദ്യം വിചാരിച്ചത് കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഉടനീളം ഓടി ഇടതുപക്ഷത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പിടിച്ച ആ മണ്ഡലത്തിൽ നിറസാന്നിധ്യമായി പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. ജനങ്ങൾ നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് നമുക്ക് വോട്ട് തന്ന് നമ്മളെ വിജയിപ്പിച്ചു. Thank you.